സെപ്റ്റംബർ മാസത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകുമെന്നും അതിനുശേഷം കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് വരാൻ സാധ്യതയുണ്ടെന്നും കഴിഞ്ഞ ദിവസം US ഫെഡ് ചെയർമാൻ ജെറോം പവൽ സൂചന നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയിരുന്നു. നാസ്ഡാക്ക് 1.47%, S&P 1.15% ഉയർന്നു. യൂറോപ്യൻ മാർക്കറ്റും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. ഡാക്സ് 0.75%, CSE 0.70%, ഫഡ്സെ 0.48% ഉയർന്നിരുന്നു. ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ്റെ ഇൻഡെക്സ് 1% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റും പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. നിഫ്റ്റി 33 പോയിൻ്റ് ഉയർന്ന് 24,823 ക്ലോസിംഗ് നൽകി. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിലായിരുന്നു. 1944 കോടി രൂപയുടെ ബൈയിങ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2896 കോടിയുടെ ബൈയിങ് നടത്തി. ബ്രന്റ് ക്രൂഡിൻ്റെ വില 2.32% ഉയർന്ന് $79 പെർ ബാരലിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് KEC ഇൻ്റർനാഷണൽ. KEC ഇൻ്റർനാഷണലിന് കേബിൾ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് 1079 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ലെമൺ ട്രീ ഹോട്ടൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 175 റൂമുള്ള ഒരു പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ലെമൺ ട്രീ ഹോട്ടൽ ലൈസൻസ് പാക്റ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ലെമൺ ട്രീ ഹോട്ടൽ എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാം. റെലിഗർ എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്, റെലിഗർ എൻ്റർപ്രൈസസിൻ്റെ കീ ഒഫീഷ്യലായ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ, കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എന്നിവരുടെ ഓഫീസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സെർച്ച് നടത്തുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റെലിഗർ എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. IDFC എന്ന കമ്പനിക്ക് ഇൻകം ടാക്സ് റീഫണ്ടുമായി ബന്ധപ്പെട്ട് 203 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. യൂണോ മിൻഡോ രാജസ്ഥാനിൽ പുതിയ മാനുഫാക്ചർ പ്ലാന്റ് ഓപ്പൺ ചെയ്തു. 3.84 ലക്ഷം യൂണിറ്റ് പെർ മന്ത് ശേഷിയുള്ള ഒരു പ്ലാന്റാണ് കമ്പനി രാജസ്ഥാനിൽ ഓപ്പൺ ചെയ്യുന്നത്. കരൂർ വൈശ്യ ബാങ്കിൻ്റെ 9.99% സ്റ്റേക്ക് അക്വയർ ചെയ്യുന്നതിന് SBI മ്യൂച്വൽ ഫണ്ടിന് RBIയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.